കേരളം നമ്പർ 1 അല്ലേ എല്ലാ കാര്യത്തിലും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 10 രൂപ പെട്രോളിന് വില കൂടിക്കഴിച്ചാൽ അവിടെ സമരം ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വില കൂടിക്കഴിച്ചാൽ ഭയങ്കര സമരമായിരിക്കും. ബസ്സിന് ചാർജ് കൂട്ടിയാൽ അപ്പോൾ സമരമായിരിക്കും, ഓട്ടോന് ചാർജ് കൂട്ടിയാൽ സമരമായിരിക്കും. നിത്യോപയോഗ സാധനമായിട്ടുള്ള വെളിച്ചെണ്ണ അതില്ലാതെ നമ്മളുടെ മലയാളീസിന് പാചകത്തിനെ കുറിച്ച് ചിന്തിക്കാനും പോലും പറ്റില്ല. പാചകം മാത്രമല്ല, പല കാര്യത്തിനും. എന്നിട്ട് അതിന് പ്രതികരിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ് എന്ന് ഞാൻ പറയും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പോകുന്നുണ്ട്. നമ്മളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം വില കൂടുന്ന സമയത്ത് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് കേരളമാണ്? നമ്മൾ നമ്പർ 1 ആണെന്നത്. ഞാൻ പല സ്റ്റേറ്റിലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പല സ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊരു വൃത്തിയായിട്ടും എന്തൊരു മെനയായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കിട്ടാൻ അവരുടെ എണ്ണകളിൽ വില കൂടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു അത്യാവശ്യം ചെറിയ വില കൂടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വെളിച്ചെണ്ണ വെറും 150 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ പെട്ടെന്ന് 500 എത്തണം. പക്ഷേ ഇവിടെ പ്രതികരിക്കാൻ ആരുമില്ല. അത് സത്യം പറഞ്ഞു വെച്ചാൽ വളരെ വിഷമമായിട്ടാണ് തോന്നുന്നത്. ജനങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങണം എന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കണം. അതായത് കൺസ്യൂമേഴ്സ് ഇതിനു വേണ്ടി നമ്മൾ എന്നും കൺസ്യൂമർ സ്റ്റേറ്റായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മളുടെ ആ കൂടെ കുത്തക എന്ന് പറയുന്നത് എന്താ പറയണ്ടത്, തേങ്ങയും വെളിച്ചെണ്ണയായിരുന്നു. അത് രണ്ടും നമ്മളുടെ കയ്യിൽ പോയി. ഇന്ന് കർണാടകവും തമിഴ്നാടുമാണ് ഈ നമ്പർ 1 ആയിട്ട് കേരളത്തിനും തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? സോ നമ്മൾ എവിടെയെല്ലാമോ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് നമ്മൾ മുമ്പിലാണ്, പക്ഷേ ഏറ്റവും ബാക്കിലാണ് നമ്മളിപ്പോൾ. മറ്റുള്ള സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഈവൻ ഹോട്ടലുകൾ, നമ്മൾ ജസ്റ്റ് ടേക്ക് ഹോട്ടൽസ്. ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണം കേരളത്തിൽ ഏത് ഹോട്ടലിലാണ് കിട്ടുന്നത്? നിങ്ങൾ പോയി നോക്കൂ. ആന്ധ്ര, കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ കിട്ടുന്ന ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ്. എന്നുവെച്ചാൽ അവർ പൈസയും കൂടുതലെന്നും പറയാൻ പറ്റും, റീസണബിളായിട്ടുള്ള പൈസ, അതിനനുസരിച്ച് നല്ല ഫുഡ് കിട്ടും. അപ്പോൾ എല്ലാ തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നമ്പർ 1 അല്ല, ഏറ്റവും ബാക്കിലാണ്.